ശരികെ ഈ സ്വിഗ്ഗി തൊഴിലാളികൾ കോഴിക്കോട് സമരം ചെയ്തു. സമരം ഒത്തുതീർപ്പായി. സത്യത്തിൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന സ്വിഗ്ഗി കോർപ്പറേറ്റ് കമ്പനി ഈ തൊഴിലാളികളെ ചൂഷണം ചെയ്യുമ്പോൾ ചോദിക്കാനും പറയാനും ദോഷം ഉണ്ടാകുന്ന ഒരു വിശ്വാസം സാധാരണഗതിയിലുണ്ട്. എന്താണ് സ്വിഗ്ഗിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ആണ് പൂർണ്ണമായിട്ട് 2 ദിവസത്തേക്ക് അനിശ്ചിതകാല പണിമുടക്കം എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങിയതെങ്കിലും തൊഴിൽ മന്ത്രി എന്തൊക്കെയോ പറഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ച് അതൊക്കെ മാറി. പക്ഷേ ഇതിൽ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഏതാണ്ട് 2018 സ്വിഗ്ഗി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, അതായത് വീടുകളിലേക്ക് അവനൊരു വീടുകളിലേക്ക് ഭക്ഷണം കോവിഡ് സമയത്താണ് കൂടുതലും ഇവർ കത്തിപ്പടർന്നത്. 2018 തുടങ്ങുന്നത്. പക്ഷേ അപ്പോൾ തന്നെ അതിനുശേഷം ആൾക്കാർ നിരന്തരം ഇവൻ തൊട്ടടുത്ത് ഹോട്ടലുണ്ടെങ്കിൽ പോലും വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടല്ലോ, വീട്ടിൽ തന്നെ നമുക്ക് ആഹാരം കിട്ടും, രുചികരമായ ആഹാരം കിട്ടും, അതിന് എന്ത് പൈസ മുടക്കാനും ആൾക്കാർ തയ്യാറാണ്. അപ്പോൾ അന്ന് ഇവരുടെ അട്രാക്ഷൻ, അന്ന് തൊഴിലാളികൾക്ക് പുതിയൊരു ജോലിയാണ്, ഇതാരും കേട്ടിട്ടില്ല, നോക്കുമ്പോൾ പാർട്ട് ടൈം ജോലിയായിട്ടോ ഫുൾ ടൈം ആയിട്ടൊക്കെ ഇത് ചെയ്യാം. അങ്ങനെ അന്ന് എനിക്ക് തോന്നുന്നു ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ 1500 രൂപയോളം കയ്യിൽ കിട്ടും. ഇതാണ് ഇവർ തൊഴിലാളികളെ കൊണ്ട് പരസ്യം ചെയ്യിക്കുന്നത്. അട്രാക്റ്റീവായിട്ട് പറയുന്ന കാര്യം ഇതാണ്, നിങ്ങളൊരു 7 മണിക്കൂർ പാർട്ട് ടൈം ആയിട്ട് ചെയ്താൽ മതി. പാർട്ട് ടൈം ആയിട്ട് 10,000 രൂപ കയ്യിൽ. അപ്പോൾ പഠിക്കുന്ന കുട്ടികളാണ് ഇതിൽ കൂടുതൽ ആദ്യം ഇൻക്ലൂഡ് ആയിരുന്നത്. അതിനുശേഷം ഇപ്പോൾ അതായത് ആൾക്കാർ ഇതിന് വേണ്ടിയേന്നും പറഞ്ഞ് ഇറങ്ങുന്ന കുറേ ആൾക്കാർ ഇതിലേക്ക് കടന്നു കയറാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അവർക്ക് സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള ഫുഡ് സോഷ്യൽ ആപ്ലിക്കേഷൻസ് അത് പിന്നെ കയറി കഴിഞ്ഞുകൊണ്ട് പിന്നെ 14, 15, 16 അത് 17 മണിക്കൂറോളം വർക്ക് ചെയ്താൽ മാത്രമേ ഇവർക്ക് ഒരു 1000 രൂപ കയ്യിൽ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അന്നത്തെ സമയത്ത് അതായത് 5-6 വർഷം മുമ്പ് 600 രൂപയോളം മിച്ചം പിടിച്ചിരുന്നവർക്ക് ഇന്ന് അതിലും ഇരട്ടി ചെലവ്, കയ്യിൽ നിന്ന് കാശ് മുടക്കി പെട്രോളും അടിച്ച് പോകേണ്ട ഒരു അവസ്ഥ. അത് മാത്രമല്ല, ഈ പറയുന്ന പോലെ ഒരു ദിവസത്തിന് 3/4 പങ്കും റോഡിൽ കിടക്കേണ്ട അവസ്ഥ. അതാണ് ഇപ്പോൾ അവിടെ തൊഴിലാളികൾക്ക് സംഭവിച്ചു. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തൊരവസ്ഥ. സത്യത്തിൽ ഈ സ്വിഗ്ഗി സൊമാറ്റോ പോലെയുള്ള ഡെലിവറി ആപ്പുകൾ ചൂഷണം ചെയ്യുന്നത് തൊഴിലാളികളെ മാത്രമല്ല, തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നുണ്ട്, ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നുണ്ട്, ഹോട്ടലുകാരെയും ചൂഷണം. ഞാനൊരു ഉദാഹരണം പറയും. ഇപ്പോൾ എറണാകുളത്ത് ഞാൻ താമസിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാൻ ശ്രമിച്ച സമയത്ത് മസാല ദോശയാണ് ഓർഡർ ചെയ്യാൻ ശ്രമിച്ചത്. ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം കൂടി സ്വിഗ്ഗിയിൽ ഞാൻ കാണിക്കുമ്പോൾ 360 രൂപ പ്ലസ് ഡെലിവറി ചാർജ് പ്ലസ് GST. സ്വാഭാവിക GST അത് പോയി വാങ്ങിയാലും വരും. അപ്പോൾ ഇതെല്ലാം കൂടിയാണ്ട് 400 രൂപയ്ക്ക് മുകളിൽ ഇതിന് ബില്ല് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, നമുക്ക് ഓർഡർ ചെയ്യണ്ട, നമുക്ക് പോയിട്ട് പാഴ്സൽ വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞു. ഞങ്ങൾ വണ്ടി എടുത്ത് 250 മീറ്റർ അപ്പുറം 300 മീറ്റർ അപ്പുറം ഈ ഹോട്ടലുള്ളത്. നമ്മൾ ആ സ്കൂട്ടർ എടുത്ത് അവിടെ പോയിട്ട് ഈ സാധനം വാങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ബില്ല് വന്നത് ഏകദേശം 300 രൂപയ്ക്ക് അടുത്ത് മാത്രമാണ്. അതായത് ഡെലിവറി ചാർജായ 40 രൂപ 50 രൂപ കൂടാണ്ട് ഹോട്ടലിൽ ബില്ലിലും ഇവർ റേറ്റ് കൂടുതൽ മേടിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉപഭോക്താവിന് നഷ്ടമല്ലേ? ഈ ഡെലിവറി ബില്ല് കൊടുക്കുന്ന പൈസ മതി എൻ്റെ വണ്ടിക്ക് എണ്ണ അടിച്ച് എനിക്ക് കൊണ്ടുപോകാം. അപ്പോൾ സ്വാഭാവികമായി മനുഷ്യനുണ്ടായിരിക്കുന്ന ഒരു മടി, അത് കോവിഡിന് ശേഷം എല്ലാം വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിന് ശേഷം മാറി വന്നപ്പോൾ ആളുകൾക്ക് ആ മടി കൂടി എന്നുള്ളതാണ് സത്യം. അപ്പം സ്വാഭാവികമായിട്ടും ആളുകൾ എന്ത് ചെയ്തു, അതിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യപ്പോൾ തൊട്ട് ഇവരിതിനെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു. ഹോട്ടലുകാർ പറയുന്നത് എന്തിനാ, അവർ ഓഫറുകൾ വെക്കുന്നു. പല ഹോട്ടലുകളിൽ ഇവർ ഓഫറുകൾ വെക്കുന്നു. ഒരു 10,000 രൂപ ഫുഡ് ബില്ല് എണ്ണത്തിൽ ഇവർ കളക്ട് ചെയ്താൽ അതിന് 50% മാത്രമേ ഹോട്ടലുകാരിലേക്ക് എത്തുള്ളൂ എന്ന് അവകാശപ്പെടുന്ന ഹോട്ടലുകാർ ഒട്ടനവധി പേര് നമുക്ക് ചുറ്റും കാണാം. അത് ഒരാപ്പ് നല്ലതല്ല. ഈ ഫുഡ് ഡെലിവറി ആപ്പുകളെല്ലാം അല്ലെങ്കിൽ ഗ്രോസറി ഡെലിവറി ആപ്പുകളെല്ലാം ചെയ്യുന്ന ഇതാണ്. ഇതിന്റെ പ്രയോജനം ചെയ്യുന്നത് ഈ വീട്ടിലെ സ്ത്രീകൾ അല്ലെങ്കിൽ ആളുകൾ വയ്യാത്തവരൊക്കെ ഒറ്റയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഓർഡർ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ തൊഴിലാളികളുടെ പ്രശ്നം പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയൊരു വസ്തുത, ഒരു തൊഴിലാളി മറ്റൊരു തൊഴിലാളിയെ റെഫർ ചെയ്താൽ 6,000 രൂപ റെഫറൽ ബോണസ് കിട്ടുമായിരുന്നു. അതായത് ഞാനിപ്പോൾ സ്വിഗ്ഗിയുടെ ഒരു ഡെലിവറി ബോയ് ആണ്, ഞാൻ താങ്കളെ ഈ മേഖലയിലേക്ക് റെഫർ ചെയ്താൽ താങ്കൾ 40 ഓർഡർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 6,000 രൂപ റെഫറൽ ബോണസ് ആയിട്ട് കിട്ടും. അതായത് ആളുകളെ ഇവർ കൂട്ടുകയാണ്. പണ്ട് ഇവർ ഇത്രത്തോളം ശരിക്കും പറഞ്ഞു വണ്ടി കമ്പനി ഇത്രത്തോളം ഓഫറുകൾ വെച്ച് എന്തുകൊണ്ടാണ് ആരും ഈ തൊഴിലിന് കേരളത്തിൽ വരില്ല. സാധാരണ ഇതിൽ കേരളത്തിലെ ചെറുപ്പക്കാർ UK-ലോ മറ്റ് വിദേശ രാജ്യങ്ങളിലോ പോയാൽ പെട്രോൾ പമ്പിൽ പണിയെടുക്കും, പച്ചക്കറി കടയിൽ പണിയെടുക്കും, ബാറിൽ പണിയെടുക്കും. അതേസമയം നാട്ടിൽ അതൊക്കെ നാണം കെട്ട ജോലിയായിട്ടാണ്. അപ്പോൾ സ്വിഗ്ഗി ഫുഡ് ഡെലിവറി അപ്പോൾ ഈ വലിയ ഓഫറുകൾ വെച്ചിട്ടാണ് ആളുകളെ കൂട്ടിയത്. ഇതൊരു തൊഴിലാക്കി മാറ്റി. ചില ആളുകൾ ഇത് മുഴുവൻ സമയം ഇത് ഡെലിവറി ആപ്പുകൾ ഓടാൻ വേണ്ടി മാത്രം എറണാകുളത്ത് നിന്ന് താമസിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ നോക്കൂ, ഒരു 1000 രൂപ വെച്ച് ഡെയിലി വരുമാനമായ 30,000 രൂപയായി. പക്ഷേ ഇവന്റെ വണ്ടിയുടെ മെയിൻ്റെനൻസും ബാക്കി കാര്യങ്ങളൊന്നും ഇവൻ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ടയർ ചെയ്യുന്നുണ്ട്, വണ്ടിയുടെ സ്പെയർ പാർട്സ് ചെയ്യുന്നുണ്ട്, പെട്രോളിന്റെ പൈസ മാത്രമേ ഇവർ കൂട്ടുന്നുള്ളൂ ചിലവായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഇവർ റെഫറൽ ബോണസ് കൂട്ടി 8,000 രൂപയും. അതായത് ഒരാളെ റെഫർ ചെയ്താൽ ഒരു ഡെലിവറി പോലും ചെയ്തില്ലെങ്കിലും ഒരാൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 8,000 രൂപ ഈ റെഫർ ചെയ്യുന്ന ആൾക്ക് ഇതായി. കാരണം ചെയ്ത ഈ അവകാശങ്ങൾ ചോദിച്ചു തുടങ്ങിയ തൊഴിലാളികളെ പുറത്താക്കുക എന്നുള്ളതാണ് ഇവരുടെ ശൃംഖല അവസാനിക്കരുത്. തൊഴിലാളികൾ പൊയ്ക്കോട്ടെ. ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ ശൃംഖല പോലെയാണ് ആളുകളെ ചേർക്കുന്നത്. ഒരാൾ വരുന്നു, അടുത്ത ആളെ ചേർക്കുന്നു, അതിന് പൈസ കൊടുക്കുന്നു, അടുത്ത ആളെ ചേർക്കുന്നു, അതിന് പൈസ കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 6 മാസമോ 1 വർഷമൊക്കെ പണിയെടുത്ത് കഴിയുമ്പോൾ അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളെ അവർ ചോദ്യം ചെയ്യും, അവർക്ക് കിട്ടുന്ന വരുമാനത്തെ ചോദിക്കും, കള്ളത്തരങ്ങൾ മനസ്സിലാക്കി ചോദ്യം ചെയ്യുന്നു. ഇത് ഉണ്ടാകാതിരിക്കാൻ പുതിയ ആളുകളെ ഇവർ റിക്രൂട്ട് ചെയ്യുക. അപ്പോൾ പഴയ ആളുകൾ ഇവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നവരെല്ലാം പുറത്താക്കാൻ സാധിക്കും. ആളെ കൂട്ടി കോഴിക്കോട് അവർ വിതരണത്തിൽ നടത്താൻ ശ്രമിക്കുക, ഇന്നലെ സംഘർഷം ഉണ്ടാവുകയൊക്കെ ചെയ്തു, പിടിച്ചെള്ളലൊക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി.
മലയാളി എന്നല്ല, ലോകത്തുള്ള എല്ലാ ആളുകളുടെയും സ്വതസിദ്ധമായ മടിയെ ചൂഷണം ചെയ്യുക. ഇപ്പം നോക്കൂ, പല ആളുകളും രാത്രിയിലൊക്കെ രണ്ടെണ്ണം അടിച്ചിട്ടൊക്കെ ഇരിക്കുമ്പോൾ വണ്ടി ഓടിച്ച് പോകാൻ പറ്റില്ല. ഇവർക്ക് സിഗരറ്റ് വേണമെങ്കിൽ അവരുടെ ഗ്രോസറി ഡെലിവറി ആപ്പ് ഉണ്ട്, അതിൽ ഓർഡർ ചെയ്താൽ വിട്ടും. വെളിച്ചെണ്ണ തീർന്നാൽ ഇത് നോക്കൂ, ഇപ്പം ഒരു പെൺകുട്ടി പീരീഡ്സ് ആവുന്നു, പാടില്ല, അതൊക്കെ ഓർഡർ ചെയ്യുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. സിഗരറ്റിനും ഈ വെളിച്ചെണ്ണയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഈ ആപ്പുകൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഹോട്ടലുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർ നിർബന്ധിതരാകാണ്. ഇവർ ഈ ഡെലിവറി ആപ്പ് വഴി കൊടുത്തില്ലെങ്കിൽ ഇവരുടെ കച്ചവടം കുറയും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നത്. അപ്പോൾ ഹോട്ടലുകാർ ഇവർ ഈ ഹോട്ടലുകാരും ബാക്കി ചിലയിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ചില മാളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ലിഫ്റ്റ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് കിട്ടുന്നുണ്ട്. ഈ സ്റ്റെപ്പുകൾ നടന്ന് കയറിയിട്ടൊക്കെ വേണം ഡെലിവറി ബോയ്സ് ഈ ഫുഡൊക്കെ മുകളിലൊക്കെ ആയിരിക്കും റെസ്റ്റോറൻറ്റ് ഉണ്ടാവുക. പല ഹോട്ടലുകളുടെയും മുന്നിൽ ഇപ്പോൾ ഉള്ളിൽ കയറിയിട്ട് എടുക്കാൻ പറ്റില്ല, അവരൊരു കിളിവാതിൽ വെച്ചിട്ടുണ്ട്. സൊമാറ്റോയ്ക്കും ഈ പറയപ്പെടുന്ന സ്വിഗ്ഗിക്കും വേണ്ടിയിട്ട് ഡെലിവറി എക്സിക്യൂട്ടീവുകൾ വരുന്നു, അവിടുന്ന് ടോക്കൺ കൊടുത്തിട്ട് അവരയത്തുള്ളവരാണ്. അപ്പോൾ പട്ടിയെ പോലെ നിൽക്കേണ്ട അവസ്ഥ സീരിയസ്ലി ഞാൻ കണ്ടിട്ടുണ്ട് പല ഹോട്ടലിന് മുമ്പിൽ. അതുങ്ങൾ വെയിലത്ത് നിൽക്കുക കൂട്ടത്തോടെ. നമുക്ക് തരാനുള്ള ഭക്ഷണത്തിന് അവർ ശമ്പളം, അവർക്ക് പൈസ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടാണ് അവർ ആ ഭക്ഷണം ചൂടാറാവാതെ ഈ പറഞ്ഞ വെയിലത്തും മഴയത്തും. ഈ പല ആളുകളും ഈ ഭക്ഷണം കൊണ്ടുവന്നുകൊണ്ട് ഞാൻ കാണാറുണ്ട്. ഞാൻ ഈ എറണാകുളത്ത് താമസിക്കുകയും ജോലിയും ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ പല സാഹചര്യങ്ങൾ ചിലരുടെ ഫുഡ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഒരു ചിരി പോലും ഉണ്ടാവില്ല ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലോകത്തില്ലാത്ത പൈസ കൊടുത്തിട്ടാണ് ഈ ഫുഡ് വാങ്ങുന്നത്, ഇതിന് ഞാൻ പൈസ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് ടിപ്പ് കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഈ ടിപ്പ് കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഈ ആപ്പ് വഴി കൊടുത്താൽ അതിൻ്റെയും കമ്മീഷൻ ഈ കോർപ്പറേറ്റ് കമ്പനി. ടിപ്പ് കൊടുക്കണമെങ്കിൽ നീ ഒരു 10 രൂപ 20 രൂപ കൊണ്ടുവരുന്ന പയ്യൻ്റെ കയ്യിൽ വെച്ചു, അവർക്കതൊരു സന്തോഷം ഉണ്ടാകും. ഒന്നും വേണ്ട, നിങ്ങൾ ഈ ഫുഡ് വാങ്ങിയിട്ട് ആ പയ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു താങ്ക് യു പറഞ്ഞു നോക്ക്, ഒരു നന്ദി പറഞ്ഞു നോക്ക്, അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വരും. ആ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒരു പുഞ്ചിരിയാണ്. ഇതൊക്കെ പലരും എക്സ്ട്രാ പോക്കറ്റ് മണിക്ക് വേണ്ടി തുടങ്ങിയതാണ്. ഇപ്പൊ പക്ഷേ പലരും ഇത് അവരുടെ ജീവിതമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. ഇത് സമയത്ത് എത്തിക്കുക, മഴയത്തും വെയിലത്തും കാറ്റത്തും 1 മണിക്കും 2 മണിക്കും ഒക്കെ ഫുഡ് ഓർഡർ ചെയ്താൽ. അത് മാത്രമല്ല രോഹിത്, ഈ പറയുന്ന നേരത്തെ പറഞ്ഞല്ലോ ചൂഷണം ചെയ്യപ്പെടുന്നത്, ഈ പറഞ്ഞല്ലോ ഹോട്ടൽ ഉടമകളും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ കളി ഇവന്മാരാണ് നടുക്കുന്നത്. ഈ രണ്ടുപേരെ തമ്മിൽ തല്ലിച്ച് ഉറിഞ്ചു കുടിക്കുന്ന കുറുക്കൻ്റെ സ്വഭാവമാണ് ഈ കോർപ്പറേറ്റ് കമ്പനിക്ക്. കാരണം അവർ പറയുന്ന കഴിഞ്ഞ ദിവസം പൂമരം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഓണറിലെ ചർച്ചയിൽ വന്നിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇവർ എന്നോട് ചോദിക്കാതെ 50-40% ഓഫറുകൾ ഇട്ടിരിക്കുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ ഇതിൽ ബിരിയാണിക്ക് ഞാൻ അങ്ങനെ ഓഫർ കൊടുത്തിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഈ പറയുന്ന പോലെ, ഞാൻ അറിയാതെ ഇവർ ആരോട് ചോദിച്ചിട്ടാണ് ഈ ഓഫറൊക്കെ ഇടുന്നത്, ഈ സ്വിഗ്ഗിയാണ് ഈ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ശരി, 100 ആൾക്കാർ കൂടുതൽ മേടിക്കാൻ വേണ്ടി ചെയ്താലും അതിൻ്റെ ഒരു ലാഭവിഹിതം അങ്ങേർക്ക് കിട്ടണ്ടേ? അങ്ങനെ പറയുന്നത് ഞാൻ 10,000 രൂപയുടെ സാധനം അല്ലെങ്കിൽ 5,000 രൂപ വിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന 1000 രൂപയാണ്, പകരം അവന്മാർക്ക് കിട്ടുന്ന എത്രയാണ് 3,000-4,000 ആണ്. ഇപ്പോൾ ഇവിടെ ആർക്കാണ് ലാഭം കൊയ്യുന്നതും കൊള്ള ലാഭത്തിന് നിൽക്കുന്നത് ഈ സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ പോലുള്ള കോർപ്പറേറ്റ് കമ്പനികളാണ്. ഇപ്പം നോക്കൂ, ഇപ്പം ചില ആളുകളെങ്കിൽ ഇത് സമരത്തിന് വേണ്ടി ഒരുപാട് പേരുടെ ജീവിതമല്ലേ ഇവരുടെയൊക്കെ ജീവിതം തുടങ്ങുന്നതിന് മുമ്പോട്ട് ഇവിടെ ആളുകൾ ജീവിച്ചിരുന്നു, ഈ ജോലി ചെയ്തിട്ടല്ല. വേറെ ഇഷ്ടംപോലെ തൊഴിലവസരങ്ങളുണ്ട് ഫുഡ് വാങ്ങാൻ. ഇത് വേണം, ആവശ്യമാണ്. കാലമനുസരിച്ച് മാറുന്ന സൗകര്യങ്ങൾ വരും. പൈസ കൊടുക്കാൻ മടിയില്ലാത്തവർക്കാണെങ്കിലും ഒക്കെ കുഴപ്പമില്ല. പക്ഷേ ഈ തൊഴിലാളികളുടെ ഈ അവസ്ഥയ്ക്ക് ഒരു അറുതി ഉണ്ടാകണം, അത് കൃത്യമായ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണം. പ്രത്യേകിച്ച് തൊഴിലാളി സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.